നമസ്കാരം. വയനാട്ടിൽ മുരളീധരൻ, പാലക്കാട് മാങ്കൂട്ടമോ ബൽറാമോ, ചേലക്കരയിൽ രമ്യ ഹരിദാസ്. കോൺഗ്രസിൽ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. വയനാട്ടിലെ സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമാണ്. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. പാർട്ടി പറഞ്ഞ ഇടത്തെല്ലാം എതിര് പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലത്രേ. ഇനി പൊതുരംഗത്തേക്ക് ഇല്ല എന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞാണ് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായ ഒരു പദവി മുരളിക്ക് നൽകണമെന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത്. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നത് നിശ്ചയമല്ല. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയോ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിനെയോ മത്സരിപ്പിക്കാനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം പാലക്കാട് മണ്ഡലത്തിലെ പല പരിപാടികളിലും ഷാഫി പറമ്പിലിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കെടുത്തിരുന്നു. രാഹുൽ വന്നാൽ കൊള്ളാമെന്ന് ഷാഫിക്കും താല്പര്യമുണ്ടെന്നാണ് പ്രചരണം. പകരക്കാരനെ തീരുമാനിക്കുന്നതിൽ ഷാഫിയുടെ അഭിപ്രായം കൂടി പരിഗണിക്കും. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. ചേലക്കരയിൽ ഇത്തവണ മന്ത്രി K രാധാകൃഷ്ണന് 5000 വോട്ടിന്റെ മാത്രം ലീഡ് ലഭിച്ചത്. അതുകൊണ്ടാണ് രമ്യയെ വീണ്ടും പരിഗണിക്കുവാൻ പ്രധാന കാരണമായി മാറുന്നത്. ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ വിജയിച്ച ചരിത്രമാണ് പിൻബലം. എന്നാൽ തോൽവിയുടെ കാരണങ്ങളിൽ പാർട്ടിയുടെ കലാപം ഉയർന്നാൽ സാധ്യതകൾ മങ്ങുക തന്നെ ചെയ്യും.